Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് സേമിയും പാലും വെച്ചിട്ട് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പുഡിങ് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് സാധാരണ സേമിയല്ല എടുക്കേണ്ടത്, ഇതുപോലുള്ള നേർമയായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാൻ. എന്നാലേ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സാധാരണ സേമിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സേമിയ ഞാനിവിടെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾ വറുത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ പോലും ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഈ ബട്ടറിലിട്ടൊന്ന് വറുത്തെടുക്കുക. സേമിയയുടെ ആ പച്ചമണം മാറാനും പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റ് സേമിയയിലൊന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയ ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്കുള്ള മിൽക്ക് ക്രീം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ 1/2 കപ്പ് പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് എടുക്കുക. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ തിളച്ച് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പുഡിങ്ങിലേക്കുള്ള മിൽക്ക് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ തിക്കായി കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയിട്ടില്ല, ചെറിയൊരു ചൂട് വേണം. നമ്മൾ കൈ വെച്ചിട്ട് തൊടാവുന്നൊരു ചൂട് വേണം. ഇനി ഈ സേമിയ വെച്ചിട്ട് ഒരു ബൗൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കപ്പ് കേക്ക് മൗൾഡ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇനി കുറച്ച് സേമിയ എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് ഈ ബൗളിൻ്റെ ഷേപ്പിൽ നടുവിലൊരു കുഴി പോലെ ഇത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സേമിയ ചെറുതായിട്ടൊരു ചൂട് വേണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. സേമിയ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ സേമിയ കട്ടിയാവും, നമുക്ക് നല്ലപോലെ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ സൈഡിൽ ഇതുപോലെ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് സെൻറ്ററിലൊരു കുഴി പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നാലിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബൗളിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്രീം നല്ലപോലെ ചൂടാറി തിക്കായിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഈ പുഡിങ്ങിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചതും ചെറിയ കട്ട് ചെയ്തതും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുഡിംഗ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലൊരു 4 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് ലെയർ ചെയ്തിട്ടും സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ആദ്യം സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും സേമിയയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് പൊടിച്ചതോ അല്ലെങ്കിൽ നട്ട്സ് വെച്ചോ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. ഉള്ളിൽ നല്ല ക്രീമിയും പുറമെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.